ലോകം ഫുള്ള് ഓടിക്കുന്ന എനിക്ക് തോന്നുന്നത് ജ്യൂസായിട്ടാണ്. വേൾഡ് കൺട്രോൾ ചെയ്യുന്നതിൽ വലിയൊരു പോർഷൻ ഇവരാന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇവർ കുറെ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ജ്യൂസ് എലോൺ അല്ല കൺട്രോൾ ചെയ്യുന്നത്. ജ്യൂസ് കൺട്രോൾ ചെയ്യുന്നത് പറയുന്നത് എങ്ങനെയല്ല, പവർ ത്രൂ മണി ത്രൂ ആണ് കൺട്രോൾ ചെയ്യുന്നത്, അത് ബ്ലാക്ക് മാജിക് അങ്ങനെ സംഭവമാണ്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര കണക്റ്റഡാ. ഇസ്രായേലിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. പുള്ളി ഇസ്രായേലിന്റെ ഏജന്റ് ആയിരുന്നു എപ്സ്റ്റീൻ എങ്കിൽ ഇസ്രായേൽ പറഞ്ഞിട്ടായിരിക്കും പുള്ളി ഇതൊക്കെ ചെയ്തേക്കുന്നത്. കാര്യം ഈ ഇത്ര ആൾക്കാരുടെ ഡേർട്ട് അവരുടെ കയ്യിൽ കിട്ടും. ഒഫീഷ്യലി വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 15 ആണ് ഇന്ന് നമ്മുടെ ലൈവ്. ദാറ്റ് ബീങ് സെഡ്, ഇന്നും കുറച്ച് ടോപ്പിക്കുകളുണ്ടായിരുന്നു. കേരളത്തിൽ ടോപ്പിക്കുകൾക്ക് പഞ്ചം വരാറില്ല, എസ്പെഷ്യലി ഗ്ലോബൽ സ്കെയിലൊക്കെ നോക്കുകയാണെങ്കിൽ. ഈസ് ജ്യൂസ് റണ്ണിങ് ദി വേൾഡ്? സോ എസ്പെഷ്യലി വാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നൊരു ഭയങ്കര ആൾക്കാർ, ചില ആൾക്കാർ 100% വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് ജ്യൂസിൻ്റെ കൺട്രോള് വേൾഡിൽ ഭയങ്കര കൂടുതലാണ്. അവർക്ക് വാറ്, ഒരു കൺട്രിയുടെ എക്കോണമി, ഈവൻ ഇന്നിപ്പോൾ നമ്മളെ ലോകത്തിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ആ വാറും സംഭവങ്ങളും ഇന്നവേ ഇസ്രായേൽ ഇനീഷ്യേറ്റ് ചെയ്തെന്ന് പറയാം. ആൻഡ് യു എസിൽ അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്. ആൻഡ് അങ്ങനെയും പിന്നെ പല പവർഫുൾ പൊസിഷൻസ് ജ്യൂസിൻ്റെ ഇൻഫ്ലുവൻസ്, അങ്ങനെ കുറേ കോൺസ്പിറസീസ്, ആൻറ്റിസെമിറ്റിസം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടി പാൻ്റെ സ്കെയിലൊക്കെ ഭയങ്കരമായിട്ട് കൂടി വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ആക്ച്വലി ജ്യൂസ് ആണോ റൺ ചെയ്യുന്നത്, നമുക്ക് എന്താണ് തോന്നുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് സോഫാർ, അതാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക്. സോ ജ്യൂസ് ഫേവറേറ്റ് ആയിട്ടുള്ള ഷൈനോയിൽ നിന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഗൈസ്. എനിക്ക് തോന്നുന്നത് ജ്യൂസായിട്ടാണ്. ഈ ലോകം ഫുള്ള് ഓടിക്കുന്നവർ തന്നെയാണ്, എല്ലാം കൺട്രോൾ ചെയ്യുന്നവരാണെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ ജനറേഷണൽ വെൽത്തൊക്കെ പണ്ടൊട്ടേ ഉള്ള വെൽത്താണ് അവർക്കുള്ളത്. പിന്നെ ബേസിക്കായിട്ടുള്ള കാര്യം നോക്കി, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണ്, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സോഷ്യൽ മീഡിയയും കൺട്രോൾ ചെയ്യുന്ന അവരാ. നമ്മളെന്ത് കാണണം, നമ്മളെന്ത് ചിന്തിക്കണം, എല്ലാം തീരുമാനിക്കുന്ന അവരാ. മീഡിയ എല്ലാ, അതെ, സോഷ്യൽ മീഡിയ മാത്രമല്ല, അല്ലാത്ത മീഡിയ. ഇപ്പം നമ്മുടെ ന്യൂസ് മീഡിയ ആണെങ്കിലും പിന്നെ നമ്മുടെ സ്ട്രീമിംഗ് സർവീസൊക്കെ ഉണ്ടല്ലോ, അത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ജ്യൂസിൻ്റെ അണ്ടറിലുള്ള. അതിന്റെ പേരാണ് ഫേമസ് ആയിട്ടുള്ള CNN എല്ലാം, ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പം BBC ഇവൻ യുഎസ് ഇലക്ഷനിൽ എപാക്കിന്റെ BCC അല്ലേ, BBC എന്താ ചിരിയൊക്കെ. പിന്നെ ഇവൻ നമ്മുടെ യു എസിൻ്റെ ഇലക്ഷൻസിൽ നമ്മുടെ എപാക്കിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ആ ഒരു ഇലക്ഷനിലുള്ള കോൺട്രിബ്യൂഷൻ എനിക്കൊന്ന് വൺ ഓഫ് ദി ബിഗസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓരോ കൺട്രികൾ ഇതിടുന്ന ഷെയറിൽ എല്ലാ ഇലക്ഷനിലും എപാക്ക് ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും രണ്ട് സൈഡിലേക്ക് അവർക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത്രയും എനിക്കൊന്ന് വേറെ ഒരു കൺട്രിക്കും കോൺട്രിബ്യൂട്ട് ഇല്ല, ഇൻഡിവിജ്വൽ ആയിട്ടൊരു കൺട്രിക്ക് അത്രയും കോൺട്രിബ്യൂഷൻ ഇല്ല. പിന്നെ ഓർഗനൈസേഷൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ. പക്ഷേ ഇവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല, എപാക്ക് മാത്രമേ ഉള്ളൂ. അവിടെ വേറൊരു ഫോറിൻ എൻറ്റിറ്റി ആയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാതെ അവിടെ ലൈക്ക് ലോബിലോ അവർക്കൊരു ലോബി വെച്ച് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അവിടുത്തെ പൊളിറ്റീഷ്യൻസിനൊക്കെ. അത് ഇസ്രായേൽ മാത്രമേ ആ ഒരു സ്വാതന്ത്ര്യമുള്ളൂ. അവർക്ക് അവിടെ ലൈക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. അങ്ങനെ ഒരു ഇതുണ്ട്. അവരാണെങ്കിൽ മില്യൺസ് ഈ ട്രംപിനാണെങ്കിൽ തന്നെ ഒരു ഗവൺമെന്റിനെയാണ് ഉദ്ദേശിച്ചത്. ഇസ്രായേലീസ് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ലൈക്ക് ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരില്ല, ഇസ്രായേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അല്ല, അപ്പം ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ അവരെങ്ങനെ മനസ്സിലാക്കി ഇസ്രായേൽ ഞാൻ ജൂവാന്ന് പറഞ്ഞാൽ മതിയോ? ഇസ്രായേലി സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് ഓക്കെ, അവർക്കൊക്കെ പൈസ കൊടുക്കാമല്ലോ. അവർക്ക് അപ്പം പൈസ കൊടുക്കുമ്പം അവരുടെ പോളിസിയൊക്കെ ഇവർ പൊളിറ്റീഷ്യൻസ് ചെയ്യണം. ഇപ്പം ട്രംപിനാണെങ്കിൽ തന്നെ 250 മില്യണാണ് മിറിയം എഴ്സൺ എന്ന് പറയുന്ന പുള്ളിക്കാരാണെങ്കിൽ ഒരു വലിയൊരു ഇസ്രായേലിക്കാരിയാണ്. പുള്ളിക്കാരിയാണെങ്കിൽ ഒരു 250 മില്യണാണ് ട്രംപിന് കൊടുത്തത്. എന്നിട്ട് അതിനെപ്പറ്റി വിമ്പളിക്കൊണ്ട് നടക്കുമായിരുന്നു കഴിഞ്ഞ വർഷം അവസാനം. അപ്പം ഞാൻ ഏറ്റവും വലിയ ഇസ്രായേൽ പ്രസിഡന്റ്, പുള്ളി പറഞ്ഞ ഞാനാണ് ഏറ്റവും വലിയ ജൂ പ്രസിഡന്റ് എന്നാണ് പുള്ളി പറയുന്നത്. അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്നല്ല, ഞാനാണ് ഏറ്റവും വലിയ ജൂ പ്രസിഡന്റ്. അത് ട്രംപ് മാത്രമല്ല, ട്രംപിന് മുമ്പ് ഇരുന്നവരും എനിക്ക് തോന്നുന്നു ഇനി ഇരിക്കാൻ പോകുന്നവരും എല്ലാം ഇവരുടെ നിന്ന് കാശ് മേടിച്ചിട്ടുള്ളവരാണ്. നമുക്ക് വൈശാഖിലേക്ക് വന്നിട്ട് ബിൻസ്ബായിലേക്ക് പോവാം. എന്താ ജ്യൂസാണോ? ജ്യൂസിനെ കുറിച്ച് നിനക്ക് എന്താ നിന്റെ അഭിപ്രായം? ജ്യൂസിനെ കുറിച്ചൊന്നല്ല, ഇപ്പോൾ വേൾഡ് കൺട്രോൾ ചെയ്യുന്നതിൽ വലിയൊരു പോർഷൻ ഇവരാന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവർ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പല ആൾക്കാരുണ്ട് അതിൽ. നമ്മൾ പറഞ്ഞ പോലെ ഇത് വലിയ ഓർഗനൈസേഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ മജോറിറ്റി ജ്യൂസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ഇവരുടെ ഇതെന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങൾ എനിക്കറിയത്തില്ല, 200-200 മുകളിൽ നിന്ന് നമുക്ക് അത്രയും വർഷം. അതും ഇവരെന്ന് ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫാമിലീസാണ് ഇങ്ങനെ, അതായത് 1-2 ആൾക്കാരില്ല, ഒരു ഫാമിലി. ആ ഒരു ഫാമിലിയിൽ ഇവരെല്ലാവരും കേൾക്കുന്ന ഒരാൾ, പിന്നെ അയാൾ പറയുന്ന കാര്യങ്ങൾ, പുള്ളിയുടെ ഡിസിഷൻ. സോ അങ്ങനെയാണ് ഇവരുടെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ജനറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ. ഇപ്പോൾ എക്സാമ്പിളിന് പറയാനായിട്ട് ഏതായിരുന്നു ഒരു ഫുള്ളി ജൂ ഫാമിലി, റോത്സ്ചൈൽഡ്. അവരെക്കുറിച്ച് വെറുതെ ചുമ്മാ അടിച്ചു വയ്ക്കാൻ തന്നെ നമുക്ക് ഒരു ലോഡ് നല്ല നിങ്ങൾക്ക് കോൺസ്പിറസി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ.
ഈവൻ നമ്മുടെ വേൾഡ് വാർ 2 കേസൊക്കെ തൊട്ട് നിങ്ങൾക്ക് കുറേ ആളുകൾ കാണാൻ പറ്റും. സോ അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഓർഗനൈസേഷനാണ്. സോ അപ്പോൾ അതിൻ്റെ ഒരു മജോറിറ്റി ആൾക്കാർ ഇവരാണ്. കാരണം ഇവർക്ക് ഇത്രയും ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഉണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ ഇവരാ നിലനിർത്തിക്കൊണ്ട് വന്നൊരു ഡോമിനൻസ് അതിപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇവർക്ക് എങ്ങനെയൊക്കെയോ എനിക്കറിയില്ല, എങ്ങനെയൊക്കെയോ ഇവർ കുറേ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മണി പൈസയൊക്കെ ഉള്ളതെന്താ ഉള്ളത്? പൈസയിലായിരുന്നു ഇതിൻ്റെയൊക്കെ തുടക്കം. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ബലിയും ആ ഒരു കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നു. നമ്മുടെ ഈവൻ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളായാലും നമ്മൾ കാണുന്ന സാധനങ്ങളായാലും ഫുള്ളി ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷൈന പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ എന്ത് കാണണമെന്നും എന്ത് കഴിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്ന ഇവർ തന്നെയാണ് ഈവൻ. സോ അപ്പോൾ അതാണ് എൻ്റെ ഒരു ടേക്ക്. പിന്നെ ഇപ്പോൾ ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വയമായിട്ട് കുറച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റരുതെന്നുള്ളത്. സോ അപ്പം എങ്ങനത്തെ അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അതായത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് നമുക്ക് മണ്ടയിലിരുന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തീരുമാനിക്കും. അങ്ങനെ ഒരു ബേസിക് ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചോയ്സസിൽ നമുക്ക് ഒരു ഇത് എടുത്താലോ, അതായത് ഓക്കെ ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് രണ്ട് രീതി ചിന്തിക്കാമല്ലോ. അതായത് ഇതിപ്പോൾ ഞാൻ ശരിക്കും കാണേണ്ട ഒരു കാര്യമാണോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞത്. അതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതിൽ. അപ്പോൾ ഇതിലിപ്പോൾ ഈ ലോകത്ത് ജനിച്ചു പോയി ഇപ്പോൾ മരിക്കുന്നവരെ നമുക്കിവിടെ ജീവിച്ചേ പറ്റുള്ളൂ. സോ അപ്പോൾ ഇവരാരൊക്കെ ഭരിക്കുന്നുണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞാലും നമുക്കിനി അത് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ അങ്ങനെയാണത്. അപ്പോൾ അത്രയുള്ളൂ എൻ്റെ ഒരു ടേക്ക് ഇതിൽ. സോ ബെൻസ്ബയിലേക്ക് വരാം. ബെൻസ്ബൈ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ത് പറയാൻ പറ്റും? ഡബിൾസ് അഡ്വക്കേറ്റ് പ്ലേ പറയുമോ? നിനക്കെന്താ ഉറപ്പ്? ചോദിച്ചതാ. ഇൻ കേസ് ഓപ്പോസിറ്റ് പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ ആർഗ്യുമെൻ്റ് ഉള്ളത്? ഇല്ല, ഇവൻ പറഞ്ഞ ഒരു സംഭവം വെച്ചാൽ അതായത് ഇതില്ല ഫാമിലി, അത് സത്യം പറയുള്ളൂ. അത് ഇവർ ഈ ഇസ്രായേൽ എന്നുള്ള സത്യം പറഞ്ഞ വാക്ക് തന്നെ അത് ഇവരുടെ ഏറ്റവും ടോപ്പിലുള്ള ഫാദർ ജേക്കബിനെ ദൈവം വിളിച്ചത് ഇസ്രായേൽ എന്നുള്ളത്. അവരുടെ താഴോട്ടുള്ള ആൾ, അങ്ങനെയാണ് ഈ ലാൻഡ് തന്നെ ഇസ്രായേൽ എന്നുള്ള പേര് വന്നത് തന്നെ. അത് ഈ ജേക്കബിന് ദൈവം കൊടുത്ത പേര് ഇസ്രായേൽ എന്ന വാക്കിനർത്ഥം തന്നെ ദ വൺ ഹു സ്ട്രഗിൾസ് വിത്ത് ഗോഡ്. പക്ഷേ അത് വേറെ ടോപ്പിക്കാണ്. ഇതിനകത്തുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു ജ്യൂസ് എന്നല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് ജ്യൂസ് ഉണ്ട്, 100% ജ്യൂസ് കാണണം. ബട്ട് ദെൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇല്ലുമിനാറ്റി കേട്ടിട്ടില്ലേ? അത് തന്നെ, അതിൻ്റെ ഒരു സീക്രട്ട് സൊസൈറ്റി. അതിനകത്ത് ജ്യൂസ് ഉണ്ട്. ഈ പറഞ്ഞ ഇപ്പം എലൈറ്റ്സിൻ്റെ കേസ് തന്നെ എടുത്ത് നോക്കിയാൽ, ഇതിനകത്ത് ഞാൻ എലൈറ്റ്സിൻ്റെ എത്നിസിറ്റി എടുത്ത് നോക്കിയപ്പോൾ ഈ പറഞ്ഞ ആരൊക്കെ ഉണ്ടായിരുന്നു? സാം ആൾട്ട്മാൻ ജൂവ, സക്കർബർഗ് ജൂവ, പിന്നെ വേറെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, എല്ലാം പുള്ളിയുടെ അണ്ടറിലാണ്. 4 പേര്. ഈ ഇപ്പൊ 4 പേര്, ബാക്കി 4 പേരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. 4 പേരാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും. ഇല്ല, ഞാൻ നോക്കിയപ്പോ മജോറിറ്റി ഓഫ് ഷെയർസ് എല്ലാം മേടിച്ചേക്കുന്ന ഇവരാണ് എല്ലാത്തിലും. ജെഫ് ബസോസ് ജൂ അല്ല, എലോൺ മസ്ക് ജൂ അല്ല, ട്രംപ് കൺട്രോൾ ചെയ്യുന്ന ട്രംപ് ജൂ അല്ല. അങ്ങനെ ഒരുപാട് ട്രംപിന് റിലീജിയൻ അല്ല, ക്രിസ്ത്യൻ ആണ് പുള്ളി. ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പുള്ളി എന്തോ സ്കോട്ടിഷ്, ജർമ്മൻ, അങ്ങനെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. പക്ഷേ ബ്ലഡ് വൈസ് നോക്കുകയാണെങ്കിൽ പിന്നെ കുറെ എലൈറ്റ്സ് അത്യാവശ്യം ഇതുള്ളവരെല്ലാം ഒന്നെങ്കിൽ യൂറോപ്പിയൻസ്, കൂടുതലും യൂറോപ്പിയൻസ്, പിന്നെ അമേരിക്കൻസ്, പിന്നെ ജ്യൂസ്. ഇവർ 3 പേരാണ് ഈ പറഞ്ഞ നല്ലതിലുള്ളവർ. ജ്യൂസ് ഒറ്റയ്ക്കല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അത്ര എനിക്ക് തോന്നുന്നത്. സംഗീതത്തിലേക്ക് വരുന്നതിന് ഒരു സംഭവം, ജ്യൂസ് കൺട്രോൾ ചെയ്യുന്നത് പറയുന്നത് എങ്ങനെയാണ്? ലൈക്ക് പവർ ത്രൂ, മണി ത്രൂ ആണ് കൺട്രോൾ ചെയ്യുന്നത്, അതോ ബ്ലാക്ക് മാജിക് അങ്ങനെ സംഭവങ്ങൾ? ഇത് നീ ചോദിച്ചില്ലേ ഇപ്പൊ ബ്ലാക്ക് മാജിക് ആണോ ഇതാണോ എന്ന്? സത്യം പറഞ്ഞാൽ അത് ഭയങ്കര കണക്റ്റഡാ. ഇവർക്ക് ഈ മെറ്റീരിയലി, അതായത് മറ്റെന്താ പറഞ്ഞ ബ്ലാക്ക് മാജിക് അല്ലാതെ മണി അങ്ങനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവർക്ക് ഇത് വേണം. അതില്ലാതെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുണ്ടെങ്കിലേ ഇവർക്ക് ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ഉണ്ടെങ്കിലേ ഇവർക്ക് എർത്തിലി തരത്തിൽ അവർക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് അങ്ങനെ ഒരു ഇത് സപ്പോർട്ട് അവർ നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എപ്സ്റ്റീനിലൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത്. അത് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചതാ ഈ പിള്ളേരുടെ പരിപാടിയല്ല. അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് വന്നതെന്നാണ് പറയുന്നത്. അതെ, ഈ പ്ലാറ്റ്ഫോം ഒക്കെ എല്ലാ പ്ലാറ്റ്ഫോമിനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഏതെങ്കിലും ഒരു ഒന്നും അറിയാത്തൊരു കോളേജ് ഡ്രോപ്പ് ഔട്ട് അവരുടെ അമ്മയുടെ ബേസ്മെൻറ്റിൽ കിടന്നാണ് ഓൾമോസ്റ്റ് എല്ലാ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും കുറേ ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. അത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല, അവരെ ചോസനായിരുന്നു, ലൈക്ക് ഓൾറെഡി അവരെ ഇതിനുവേണ്ടി ചോസനായിരുന്നു. എന്നിട്ട് അവർക്കിത് കൊടുത്തു. സക്കർബർഗ് ഒക്കെ ആണെങ്കിൽ കോളേജിൽ നിന്നൊക്കെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയിട്ട് ഒരു ദിവസം ചുമ്മാ ഹോസ്റ്റലിൽ കിടന്നുണ്ടാക്കിയെന്ന് പറയുന്നത്. പിന്നെ ഇലോൺ മസ്കും മറ്റേ ബെസോസും ഒക്കെ
പേപ്പർ അതൊക്കെ പുള്ളിയാണെങ്കിൽ ബേസ്മെൻറ്റിൽ കിടന്നൊക്കെ തന്നെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാൽ ഈ എലോൺ മസ്കിൻ്റെ ഏറ്റവും വലിയ പുള്ളിയെ പറ്റി ഒരു ബുക്കൊക്കെ ഉണ്ട്, 100 കൊല്ലം മുമ്പ് എഴുതിയൊരു ബുക്കൊക്കെ ഉണ്ട് ഇതേപോലൊരു സാധനം. അപ്പോൾ എല്ലാം ഓൾറെഡി റിട്ടേൺ ആയിരുന്നു, അതവർ ചെയ്യുന്നു, അങ്ങനെ ഒരു ഇതുകൊണ്ട്. സംഗീൻ്റെ ഫൈനൽ തോട്ട്സിലേക്ക് വരാം. സംഗീന് സോ അതിന് മുമ്പേ അപ്പോൾ സംഗീനൊരു കോണ്ടാക്ട് തരാനായിട്ട് ഇപ്പോൾ ലോകത്തിൻ്റെ ഹിന്ദുസിൻ്റെ പോപ്പുലേഷൻ ലോകത്തിൽ ഏകദേശം 15% ഉണ്ട്, ക്രിസ്ത്യൻസ് 25%, മുസ്ലിംസ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഏകദേശം ആ ഒരു റേഞ്ചിൽ 25%. പക്ഷേ കൂടുതലാണ്. റൈറ്റ്, അത്രയും പക്ഷെ ക്രിസ്ത്യൻസിനെ കടിച്ചിട്ട് കുറവായിരിക്കും. സോ അത്രയും ശതമാനമുണ്ട്. ജൂയിഷ് പോപ്പുലേഷൻ ലോകത്തിൻ്റെ 0.2%. സോ അത് ആ ഒരു 0.2% ഉള്ളൂ. ബട്ട് ദെൻ സ്റ്റിൽ അവർ ഇത്രയും പവറിലാണെങ്കിൽ നിനക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്ന ഒരു കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ജ്യൂസ്. കാരണം അതിൻ്റെ ഭയങ്കര വലിയൊരു ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ World War II തന്നെയാണെങ്കിൽ അവർ ജർമ്മനി കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഫിനാൻസ് ത്രൂ. അപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര കോൺട്രവേഴ്ഷ്യലാണ്. പലിശയ്ക്ക് പൈസ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറേ പേര് വിശ്വസിക്കുന്ന, എസ്പെഷ്യലി മുസ്ലിംസിൻ്റെ അവർ പറയുന്ന പലിശയ്ക്ക് പൈസ കൊടുക്കരുത്, പലിശയ്ക്ക് പൈസ ഒരിക്കലും മേടിക്കരുത്, ചത്താലും മേടിക്കരുതെന്നാണ് അവരുടെ ഇത് പറയുന്നത്. ക്രിസ്ത്യൻസിനും അങ്ങനെ. അപ്പോൾ അത് പലിശ അത്ര ഒരു ഇതുള്ള സംഭവത്തിൽ ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് പൈസ കൊടുക്കും, അവർക്ക് കൊടുക്കാൻ തിരിച്ച് തരാൻ പറ്റില്ലാത്ത ഒരു റേറ്റിന്, അവർക്ക് ചത്താലും അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താവെന്ന് വെച്ചാൽ അവർ ഇവരുടെ കൺട്രോളിലാവും. അപ്പോൾ ഇവർ പറയുന്ന എല്ലാവരും ചെയ്യണം. ഇപ്പം ചെറിയ ഫാമിലീസൊക്കെ ആണെങ്കിൽ ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ റോയൽ ഫാമിലീസ് വരെ ഇവരിൽ നിന്നായിരുന്നു പൈസ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇവരുടെ കൺട്രോളിലായിരുന്നു രാജ്യം. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഹിറ്റ്ലർ അതൊക്കെ ചെയ്തതെന്നൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷേ അതെനിക്കറിയത്തില്ല. പക്ഷേ സ്റ്റിൽ ഇസ്രായേലിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. കാരണം അത്രയും ചെറിയൊരു രാജ്യം അവിടെ വാറ് കടത്തണു, ഇവിടെ വാറ് കടത്തണു, ഇതിന് എല്ലാത്തിനും അവർക്ക് പവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ പോപ്പുലേഷൻ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു രാജ്യമായിരുന്നെങ്കിൽ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല അവർ എന്തൊക്കെ ചെയ്തായിരുന്നതെന്ന്. ഇത്രയും ചെറിയ രാജ്യമായിട്ട് US ഇത്രയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിൽ എന്തോ ഒരു റീസൺ ഉണ്ട്. പക്ഷേ ആ റീസൺ എനിക്കറിയത്തില്ല, അതിപ്പോൾ ആർക്കും അറിയത്തില്ലായിരിക്കും. നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ ആർക്കും അത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സംഭവമാണ്. കാശ് മേടിച്ചിട്ടുണ്ട് US, കാശ് മേടിച്ചിട്ടുണ്ട്. നീ പറഞ്ഞ പോലെ റോയൽ ഫാമിലീസ് ആയിരുന്നു കാശ് മേടിച്ചു തുടങ്ങി, പിന്നെ അത് രാജ്യങ്ങളായി. മൊസാദിന് ഇതിൽ ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാകത്തില്ല. കാര്യം എനിക്കൊന്ന് ഏറ്റവും വലിയ ഇൻ്റലിജൻസ് പവർ എനിക്കൊന്ന് ഇവൻ USൻ്റെ CIA-നെക്കാട്ടും വലിയത് മൊസാദാണ്. അപ്പം അത് ഉണ്ടായിരിക്കാം. കാര്യം എനിക്ക് തോന്നുന്നത് മിഡിൽ ഈസ്റ്റിൽ USന് പവർ വെക്കണമെങ്കിൽ CIA-യെക്കാട്ടും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് മൊസാദായിരിക്കും മിക്കവാറും. അപ്പം അങ്ങനെയും ചിലപ്പോൾ ഒരു ആംഗിൾ ഉണ്ടാവും. ഇനോ അവർ തമ്മിൽ ആ ഒരു ടൈപ്പ് വേറെ ഒരു ഇത് ഇപ്പോൾ ഇന്ത്യക്ക് എന്താ ഉള്ള റോ അപ്പോൾ അതിനെക്കാട്ടും ഇൻ്റലിജൻസിൽ വെച്ചിട്ടില്ലെങ്കിൽ സീക്രട്ടും സംഭവങ്ങളും ചൊകഞ്ഞ് കണ്ടുപിടിക്കുന്ന ഇവൻ ആ ഒരു സ്ട്രൈക്ക് നടന്ന ഇറാനിലെ സംഭവം പ്ലാൻ ചെയ്തത് മൊസാദാന്ന് പറയുന്നുണ്ട്. ഫുള്ള് ക്യാമറ എല്ലാം CCTV ഈ സംഭവങ്ങൾ ഹാക്ക് ചെയ്ത് സംഭവം ടിപ്പ് ടോപ്പായിട്ട് പ്ലാൻ ചെയ്ത് ആരെവിടെ എത്തും, എവിടെ സ്ട്രൈക്ക് ചെയ്യുക, ഏത് ആംഗിളിൽ നിന്ന് വരാം, എല്ലാ സംഭവങ്ങളും അത്രയും ഒരു കൺട്രി ഫുള്ള് ഇത്രയും അത് വർഷങ്ങളുടെ മിഷനായിരുന്നു പറയുന്നത്. ഈ ക്യാമറകൾ ഫുള്ള് അവർ ക്യാപ്ചർ ചെയ്തിട്ട് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം. അപ്പം അങ്ങനെ കുറേ സംഭവം ഉണ്ട്. അപ്പോൾ അത്രയും പവറുണ്ട്, അത്രയും ഇൻ്റലിജൻസും ഉണ്ട് അവർക്ക്. പിന്നെ ഇവൻ എപ്സ്റ്റീൻ്റെ സംഭവങ്ങൾ, എപ്സ്റ്റീൻ ഒരു മൊസാദിൻ്റെ ഏജൻ്റാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ വീട്ടിൽ നിന്ന് എന്തോ കിട്ടിയല്ലോ, എന്തോ യൂണിഫോം എന്തോ പുള്ളി IDF-ന്റെ യൂണിഫോം ഇട്ടിരിക്കുന്ന യൂണിഫോമോ പുള്ളിയാണെങ്കിൽ ഏജന്റ് ആയിരുന്നു. പുള്ളി ഇസ്രായേലി ഏജന്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ആംഗിൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി മൊസാദ് ആയിരുന്നു, ഇസ്രായേലിൻ്റെ ഏജന്റ് ആയിരുന്നു എപ്സ്റ്റീനെങ്കിൽ മേ ബി ഇസ്രായേൽ പറഞ്ഞിട്ടായിരിക്കും പുള്ളി ഇതൊക്കെ ചെയ്തേക്കുന്നത്. കാര്യം ഈ ഇത്ര ആൾക്കാരുടെ ഡേട്ട് അവരുടെ കയ്യിൽ കിട്ടും, ഇത്ര ആൾക്കാരെ അപ്പോൾ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലോകത്ത് ഇത്രയും പവർഫുൾ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരെല്ലാം അവിടെ പോയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേനും അവരുടെ വീഡിയോയും സംഭവം എല്ലാം കയ്യിലുണ്ട്. അപ്പോൾ നാളെ അവർക്ക് വേണമെങ്കിൽ പുറത്തു വിടാം. ഇല്ല, അത് ഒരു പരിധി വരെ ശരിയല്ല. കാരണം പുള്ളി ഏതോ പ്രൊഫസർ എന്തോ അല്ലായിരുന്നു പണ്ട്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ചുമ്മാ പോയിട്ട് ഇത്രയും പവറിലിരിക്കുന്ന ആൾക്കാരെ ചുമ്മാ പോയി മീറ്റ് ചെയ്യുന്നത്, അവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുന്നു. അതെ, ഇവരാണ് സത്യം പറഞ്ഞാൽ ഇൻവെൻഷനൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഇതിപ്പോൾ ലാരി പേജ് എന്ന് പറഞ്ഞ ഒരാൾ ഈ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ അതുപോലെ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ ഇൻവെൻറ്റ് ചെയ്ത്, അതുപോലെ USB ഇൻവെൻറ്റ് ചെയ്ത് ഇവർ കീമോതെറാപ്പി, ഇവരുടെ ബ്രെയിൻ ഇച്ചിരി വിഷയമാണ്. അത് എനിക്കറിയാം, ദൈവം പറഞ്ഞു കൊടുത്ത പോലെ തന്നെയാണ്. 0.2% ആൾക്കാർ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് കണ്ടുപിടിച്ചേക്കുന്നത്. കുറേ അവരുടെ മജോറിറ്റി ആൾക്കാർ അവർ എല്ലാവരും ബിസിനസ്സിലാണ്. ബിസിനസ്സിലുമാണ് ഇൻവെൻഷൻസ് കുറേ നടത്തുന്നുണ്ട്. അവരുടെ മിലിറ്ററി നോക്ക് എന്ത് പവർഫുൾ. നമ്മുടെ ഓണേഴ്സൊക്കെ അതുകൊണ്ട് ഇവൻ പറഞ്ഞ ഈ പൈസ കടം കൊടുക്കുന്ന കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അതും ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനേകം ജനതകൾക്ക് നിങ്ങൾ കടം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കടം കൊടുക്കുമെന്ന് പറഞ്ഞത് അവർ കൊടുത്തത് പലിശക്കായിട്ട്, അത് ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് പലിശ കൊള്ളത്തില്ല അത് നിങ്ങൾ അനേകം ജനതക്ക് കടം കൊടുക്കും, കടമായിട്ട് കൊടുക്കും അത്. പക്ഷെ അവർക്ക് അങ്ങനെ ദൈവം ഇത് കൊടുക്കുമ്പോൾ അവർ മിസ്യൂസ് ചെയ്യുക.
അതാണ് അവരുടെ ഒരു പ്രശ്നം. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു, ഈ ഫുൾ ഹിസ്റ്ററി എടുത്താലും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ അതിൽ അഗൈൻ കാണുന്ന ആൾക്കാർക്ക് ജൂഷ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കേരളത്തിലെങ്കിൽ കമൻറ്റ് പറഞ്ഞറിയാം, അങ്ങനെ ഉണ്ടാകത്തില്ല കയറും. അപ്പോൾ ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റോടെ റാപ്പ് ആണ്. സോ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് അഗൈൻസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ, ബൈ.